ഒരു നേർത്ത പാതയിൽ ഭാഗം 5. അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഉപയോഗിച്ചായിരുന്നു. അതെൻ്റെ ആവശ്യം കൂടിയാണല്ലോ. താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചുവെന്നേ ഉള്ളൂ, എൻ്റെ ഒരു സുരക്ഷയ്ക്ക്, അവൾ പറഞ്ഞു. കൂടുതലൊന്നും മിണ്ടാതെ അവൻ കുളിക്കാനായി കയറി. അവൻ ഇന്നലെ ഉപയോഗിച്ചായിരുന്നു എന്ന് കേട്ടപ്പോൾ ശോഭയ്ക്കും ആശ്വാസമായി. ഇനി അവൻ കള്ളം പറയുന്നതോ മറ്റോ ആയിരിക്കുമോ? സുരക്ഷയുടെ കാര്യമൊന്നും ഇന്നലെ എന്തേ ചോദിക്കാതെ? കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവൻ അവളോട് ചോദിച്ചു. അതു ഞാൻ ശരിക്കും മറന്നുപോയി, അതാ, അവൾ സാധാരണ പോലെ മറുപടി പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നല്ലതുപോലെ അറിയാമല്ലേ? അറിയാം. അറിയാതെ പറ്റുമോ? അവൾ പറഞ്ഞു. അവൻ കട്ടിലിനടുത്തേക്ക് വന്നിരുന്നു. എന്നാ എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ? അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവൻ പറഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീട്ടിൽ വിളിച്ചു ഞാൻ അവർക്ക് പൈസ കൊടുക്കേണ്ട എന്ന കാര്യം പറഞ്ഞായിരുന്നുവല്ലേ? അതെന്തായാലും നന്നായി, അവളൊരു ആത്മസംതൃപ്തിയോടെ പറഞ്ഞു. അവനൊന്ന് മൂളി. എന്നാൽ നമുക്ക് തുടങ്ങാം. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു. എന്തെങ്കിലും കൂടുതൽ പറയുന്നതിന് മുമ്പ് അവൻ അവളുടെ അടുത്തേക്കായിരുന്നു. അവളെ പിടിച്ചു കട്ടിലിലേക്ക് കിടത്തി. അല്ല, താൻ ലൈറ്റ് ഓഫാക്കുന്നില്ലേ? അവൾ സംശയത്തോടെ ചോദിച്ചു. എന്തിന്? എനിക്ക് വെട്ടം വേണം. നമ്മൾ ഇന്നലെ ചെയ്തപ്പോഴും ലൈറ്റ് ഓൺ ആയിരുന്നു. ഉറങ്ങാൻ നേരത്ത് മാത്രമാണ് ലൈറ്റ് ഓഫാക്കിയത്. അവൾ പിന്നെ എന്നും പറഞ്ഞില്ല. ഇന്നലെ ലൈറ്റ് ഇട്ടിരുന്നോ ഇല്ലയോ എന്നവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിപ്പോൾ വെട്ടമുള്ളത് കൊണ്ട് ഇവൻ്റെ മുഖം നല്ലതുപോലെ കാണാൻ കഴിയും. ഇന്നലെ കുടിച്ചിരുന്നത് കൊണ്ട് അത്രയും പ്രശ്നം തോന്നിയിരുന്നില്ല. അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പക്ഷേ അതവൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല. മഹി പതിയെ അവൻ്റെ കലാപരിപാടികൾ ആരംഭിച്ചു. ചെയ്യുന്നതിനിടയിൽ ശോഭയ്ക്ക് ഇന്നലത്തേക്കാൾ നല്ല വേദന അനുഭവപ്പെട്ടു. ഒരു പക്ഷേ ഇന്നലെ അധികം അറിയാത്തതായിരിക്കും. എല്ലാത്തിനുമൊടുവിൽ അവൻ അവളിൽ നിന്നും അടർന്നു മാറി. അവൻ അവളിൽ നിന്നും മാറിയപ്പോൾ ശോഭയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ലൈറ്റ് ഓഫാക്കി ഉറങ്ങാൻ ഭാവിച്ചു. മുറിയിൽ തീർത്തും ഇരുട്ട് പടർന്നു. അവൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ ശോഭയ്ക്ക് അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തോ ഇന്നലെ തോന്നാത്ത ഒരു വല്ലായ്മ ഇന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. ഈ ഇരുട്ടിൽ തൻ്റെ ഇതുവരെയുള്ള ധൈര്യം ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു വേള മഹി തന്നോടെന്തോ പക വീട്ടിയതുപോലെയും അവൾക്ക് തോന്നി. ഒരു പക്ഷേ ഇന്നു രാവിലെ താൻ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടമായി കാണില്ല. അതായിരിക്കും. അല്ല, ഇന്നലെ ബോധം കുറവായതുകൊണ്ട് അസ്വസ്ഥത തോന്നാതിരുന്നതായിരിക്കും. എന്നും ബോധമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അവൾ സ്വയം മനസ്സിനോട് ആശ്വാസത്തിനായി പറഞ്ഞു. ഇങ്ങനെയൊന്നും തളരാൻ പാടില്ല. ഇനിയും എന്തൊക്കെ കിടക്കുന്നു, ഇതൊന്നും തന്നെ ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമേ അല്ല. ധൈര്യം പോകാതിരിക്കാനാവും ആത്മവിശ്വാസത്തിനു വേണ്ടിയും അവൾ വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ അവൾ ഉണർന്ന സമയം അവൻ ബെഡിലുണ്ടായിരുന്നില്ല. ബാത്റൂമിൽ നിന്നും വെള്ളത്തിൻ്റെ ശബ്ദം ഒന്നും കേട്ടില്ല. അവൻ പുറത്തു പോയെന്ന് അവൾക്ക് മനസ്സിലായി. അതെന്തായാലും നന്നായി, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ താൻ പുതച്ച പുതപ്പ് മാറ്റി എഴുന്നേറ്റ് പോയി വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ടു. ജനാലയെ മറച്ച കർട്ടൻ നീക്കി. മുറിയാകെ സൂര്യപ്രകാശം കൊണ്ടു നിറഞ്ഞു. ആ വെളിച്ചത്തിൽ ഇന്നലെ രാത്രി അവൾക്ക് അനുഭവപ്പെട്ട ഇരുട്ട് എങ്ങോട്ടൊക്കെ ഓടിയൊളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. കുറച്ചു നേരത്തേക്ക് മനസ്സിനെയും ശരീരത്തെയും അവൾ സ്വതന്ത്രമാക്കി വിട്ടു. അങ്ങനെ പല പകൽ രാത്രികൾ കടന്നുപോയി. അവളും അവനുമായുള്ള ഡീൽ ഒരു മുടക്കവും കൂടാതെ തുടർന്നു. അവന് അവളോടുള്ള പുച്ഛത്തിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയുമായും അച്ഛനുമായും പണ്ടത്തെ പോലെ തന്നെ അധികം സംസാരമൊന്നുമില്ല. അവളുടെ വീട്ടുകാർ പിന്നീട് വിളിച്ചിട്ടില്ല. അവൾ ഓരോ ദിനങ്ങളും എണ്ണി നീക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ തന്നെ സന്ധ്യ മുത്തശ്ശിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഇതിനിടയ്ക്ക് മുത്തശ്ശി അവൾക്ക് വേണ്ടി ഒരു ഫോൺ വാങ്ങിച്ചു. പക്ഷേ അവൾ അത് അവരിൽ നിന്നും വാങ്ങിയില്ല. ഡിഗ്രിക്ക് ഉണ്ടായിരുന്നെന്നാണ് പറയാനാണ് അവൾ വിളിച്ചത്. നാളെ നമുക്ക് രണ്ടുപേർക്കും അക്ഷയ വരെ ഒന്ന് പോകാം, സന്ധ്യ ഫോണിലൂടെ പറഞ്ഞു. ശോഭയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ ഇതൊന്നും പങ്കുവയ്ക്കാൻ സന്ധ്യ അല്ലാതെ വേറെ ഒരാളും അവൾക്കില്ല. താല്പര്യമില്ലായിരുന്നുവെങ്കിലും താൻ ഡിഗ്രിക്ക് കൊടുക്കാൻ പോകുകയാണെന്ന് അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. നന്നായി മോളെ, മോൾ കൊടുക്കൂ എന്നവർ പറഞ്ഞുവെങ്കിലും അവർക്ക് ഇതിൽ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ അവൾക്ക് തോന്നി. പക്ഷേ ഇതൊന്നും അവൾ കാര്യമാക്കിയില്ല. സമയം 3:30 ഉച്ചമയക്കത്തിലായിരുന്ന അവൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഉണർന്നു. വയറിന് ചെറിയ വേദന. അവൾ പതിയെ കട്ടിൽ നിന്നും എഴുന്നേറ്റു.
പീരീഡ്സ് ആയതിൻ്റെ ബ്ലഡ് പോകുന്നത് പോലെ അവൾക്കും തോന്നി. അവൾ ഡ്രസ്സ് മാറ്റി നോക്കി. അതെ, പുറത്തായി. അവൾ ബാഗിൽ പോയി നോക്കി. ഒരു പാഡ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി. അല്പസമയത്തിനു ശേഷം ബാത്റൂമിൽ നിന്നും ഇറങ്ങി. നേരെ വന്ന് ആദ്യം ബെഡ്ഷീറ്റിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷേ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ അസ്വസ്ഥത കാരണം എഴുന്നേറ്റതുകൊണ്ട് ഷീറ്റിൽ പറ്റിയില്ല. എന്നാലും ഷീറ്റ് മാറ്റി വിരിച്ചേക്കാമെന്നു അവൾ വിചാരിച്ചു. വയറുവേദന ക്രമേണ കൂടി വരുന്നത് അവൾക്ക് മനസ്സിലായി. കൂടെ ചെറിയ രീതിയിൽ നടുവേദനയും. ഇടവിട്ടുള്ള വയറുവേദനയും സഹിച്ചവൾ കുറേ നേരം തലയിണ വയറിൽ അമർത്തി കട്ടിലിൽ കിടന്നു. ഇടയ്ക്ക് എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. അങ്ങനെ വേദനയ്ക്കിടയിൽ എപ്പോഴോ വീണ്ടും മയക്കത്തിലേക്ക് പോയി. കതികിൽ ആരോ മുട്ടുന്നെന്ന് കേട്ടാണ് അവൾ ഉണർന്നത്. സമയം 6:30 കഴിഞ്ഞിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റു. വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. പോയി വാതിൽ തുറന്നു. പുറത്ത് മുത്തശ്ശിയായിരുന്നു. എന്താ? ചെറിയ ഉറക്ക ക്ഷീണത്തോടെ അവൾ ചോദിച്ചു. മോൾ ഇന്ന് ചായ കുടിക്കാൻ വന്നില്ലല്ലോ? അവർ പറഞ്ഞു. അത് എനിക്ക് വൈകുന്നേരം പുറത്തായി. അതിൻ്റെ വേദനയിൽ മയങ്ങിപ്പോയത് കൊണ്ടാണ് വരാത്തത്. ആണോ? വേദന ഉണ്ടായിരുന്നുവെങ്കിൽ മോൾക്ക് താഴെ വന്ന് ഒലിവുവെള്ളം ചോദിച്ചോടായിരുന്നോ? അതിനൊന്നും എനിക്കപ്പോൾ പറ്റിയില്ല, അവൾ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് കിടക്കട്ടെ. നിങ്ങൾ പോയിക്കോ, അവൾ കൂട്ടിച്ചേർത്തു. മോൾ വീണ്ടും കിടക്കാൻ പോവുകയാണോ? ഈ സമയത്ത് കയറിക്കിടുന്നത് നല്ലതല്ല. മോൾ കുറച്ചു നേരം എഴുന്നേറ്റിരിക്കൂ. എനിക്ക് എന്തായാലും കിടക്കണം. ഞാൻ കുറച്ചു കഴിഞ്ഞു താഴേക്ക് വന്നോളാം, അല്പം കടുപ്പിച്ചു തന്നെ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. അവർ പിന്നെയൊന്നും മിണ്ടിയില്ല. അവൾ വാതിലടച്ചു വീണ്ടും വന്ന് കിടന്നു. 7:30 കഴിഞ്ഞപ്പോൾ അവൾ തനിയെ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റു. കുറേ നേരം ഉറങ്ങിയിരിക്കുന്നു. സാധാരണ ഇത്ര വേദന എടുക്കാറില്ലായിരുന്നു. ഇത്തവണ കുറച്ച് കൂടുതലാണ്. അവൾ പതിയെ എഴുന്നേറ്റ് കുളിക്കാനായി കയറി. കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ തലക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ നേരെ താഴേക്ക് ചെന്നു. അധികം വിശപ്പൊന്നും തോന്നിയില്ല. എന്നാൽ കൂടുതൽ തളർച്ച തോന്നാതിരിക്കാൻ കുറച്ചു കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവർക്ക് തന്നോട് മനസ്സുകൊണ്ട് ദേഷ്യമായിരിക്കും. പിന്നെ അവരുടെ കുട്ടിയെ ഞാൻ നന്നാക്കണമല്ലോ എന്നോർത്തായിട്ടായിരിക്കും അതൊന്നും പുറത്ത് കാട്ടാത്തത്. അല്ലെങ്കിൽ തന്നെ പറ്റിച്ചതിൽ അവർക്ക് ആത്മാർത്ഥമായ വിഷമം ഉള്ളതുകൊണ്ടാണോ? അറിയില്ല, അവൾ സ്വയം പറഞ്ഞു. തിരിച്ച് മുറിയിലെത്തിയപ്പോൾ എന്തോ പെട്ടെന്ന് മഹിയുടെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. ഇനി കുറച്ചു ദിവസത്തേക്ക് അവൻ്റെ കൂടെ റിലേഷന് പറ്റില്ല എന്നവൾക്ക് മനസ്സിലായി. 1 മാസം തികയാൻ ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ. ഇന്നു തന്നെ മഹിയോട് തൻ്റെ ശമ്പളം ചോദിച്ചാലോ? എന്തായാലും നാളെ അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ പൈസ ആവശ്യമുണ്ട്. എന്തായാലും ഇന്ന് ചോദിക്കണം, അവൾ മനസ്സിലുറപ്പിച്ചു. മഹി, എനിക്ക് എൻ്റെ ശമ്പളം നാളെ രാവിലെ വേണം. എന്താ ഇത്ര നേരത്തെ ചോദിക്കുന്നത്? ഇനിയും ദിവസങ്ങളില്ലേ? എനിക്ക് നാളെ ഒരു ആവശ്യമുണ്ട്. അതിനാ നാളെ തരുന്നതിൽ മഹിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിത് ബുദ്ധിമുട്ട്? എന്നാൽ ഓക്കെ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എനിക്കിന്ന് പീരീഡ്സ് ആയി. അതുകൊണ്ട് റിലേഷന് പറ്റുമോ എന്നറിയില്ല. അവൻ കുറച്ചു നേരത്തേക്ക് അവളെ സൂക്ഷിച്ചു നോക്കി. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് വരുത്തിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, തനിക്കിന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം. എൻ്റെ ബുദ്ധിമുട്ടുകൾ താൻ കാര്യമാക്കണ്ട. നമ്മുടെ ഡീലിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ, അവൾ പറഞ്ഞു നിർത്തി. വേണ്ട, പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, മഹി റിലേഷൻ നടക്കാത്ത ദിവസങ്ങളിലെ പൈസ എനിക്ക് തരണ്ട. അവനോട് ഇത്രയും പറഞ്ഞവൾ മുറിക്ക് പുറത്തേക്ക് പോയി. സമയം 11 മണി കഴിഞ്ഞു. പകലുറക്കം കാരണം രാത്രി ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. അവൾ മുൻവശത്തെ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി. മുൻവശത്ത് ലൈറ്റ് അണച്ചിരുന്നില്ല. മുത്തശ്ശിയുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കാണും. അവൾ പതിയെ തിണ്ണയിലിരുന്നു. പുറത്തെ സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുന്നപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. കുറച്ചു നേരം ആലോചനയിൽ മുഴുകി അങ്ങനെ ഇരുന്നു പോയി. പുറകിൽ ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ മഹിയുടെ അച്ഛനായിരുന്നു അത്. മോളെന്താ ഈ രാത്രി ഇവിടെ തനിച്ചിരിക്കുന്നത്? അയാൾ കൗതുകത്തോടെ ചോദിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല. അല്ല, നിങ്ങൾക്കും ഉറക്കം വന്നില്ലേ? ഈ സമയം എങ്ങോട്ട് വന്നതുകൊണ്ട് ചോദിച്ചതാ, അവൾ തിരിച്ചും ചോദിച്ചു. ഏയ്, ഞാൻ എപ്പോഴും രാത്രി ഈ സമയത്ത് ഇവിടെ വന്നിരിക്കാറുണ്ട്. അടുത്ത ഭാഗം ഒരു നേർത്ത പാതയിൽ തുടരും. ഭാഗം 6.